നമസ്കാരം, പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസം 16 മുതൽ 31 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ജനുവരി 16 ഇന്ത്യ ഏത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? സ്റ്റാർട്ടപ്പ് ദിനം. 2025 ജനുവരി 16 ഇന്ത്യ ആഘോഷിക്കുന്നത് സ്റ്റാർട്ടപ്പ് ദിനമായിട്ടാണ്. 2016 ജനുവരി 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ജനുവരി 16 എന്തായിട്ട് ആചരിക്കുന്നു? സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. അപ്പോൾ 2025 ജനുവരി 16 ഇന്ത്യ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? സ്റ്റാർട്ടപ്പ് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ്, 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകളാണ് INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകളാണ് INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. നെക്സ്റ്റ്, നൂതന റഡാറുകൾ, ഉപഗ്രഹങ്ങൾ, ഉയർന്ന പ്രവർത്തനക്ഷമത എന്നിവ ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാലാവസ്ഥാ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭമാണ് മിഷൻ മോസം. നൂതന റഡാറുകൾ, ഉപഗ്രഹങ്ങൾ, ഉയർന്ന പ്രവർത്തനക്ഷമത എന്നിവയുൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാലാവസ്ഥാ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭമാണ് മിഷൻ മൗസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര പ്രതിരോധ മന്ത്രി അടുത്തിടെ ഹെറിറ്റേജ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അഖുനൂർ. ജമ്മുവിലെ അഖുനൂറിലാണ് ഹെറിറ്റേജ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഹെറിറ്റേജ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അഖുനൂർ, ജമ്മു. നെക്സ്റ്റ്, സുരക്ഷിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭൂമിയെ ചുറ്റുന്ന 5 സെന്റിമീറ്റർ വലുപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹമാണ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. അപ്പോൾ സുരക്ഷിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭൂമിയെ ചുറ്റുന്ന 5 സെന്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹം ഏതാണ്? ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് എന്നാണ്. ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള ദിഗന്തര സ്റ്റാർട്ടപ്പ് ആണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭൂമിയെ ചുറ്റുന്ന 5 സെന്റിമീറ്റർ വലിപ്പമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനുമായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹമാണ് ഏത്? ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. വിക്ഷേപിക്കുന്നത് ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള ദിഗന്തര സ്റ്റാർട്ടപ്പ് ആണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. വിക്ഷേപിക്കുന്ന റോക്കറ്റ് ചോദിച്ചാൽ ഏതാണ്? ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? സമന്വയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന സാംസ്കാരിക നഗരമാണ് ചരൈദോവോ മൈദം. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന സാംസ്കാരിക നഗരമാണ് ഏത്? ചരൈദോവോ മൈദം. ഇതെവിടെയാണ്? ആസാമിലാണ്. നെക്സ്റ്റ്, വൈൽഡ് ആക്ഷൻസ് എന്ന ബുക്ക് എഴുതിയതാരാണ്? അമിതാഭ് ഘോഷ് ആണ്. അപ്പോൾ വൈൽഡ് ആക്ഷൻസ് എന്ന ബുക്ക് എഴുതിയതാരാണ്? അമിതാഭ് ഘോഷ് ആണ്. നെക്സ്റ്റ്, ലെബനൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നവാബ് സലാം. ലെബനന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? നവാബ് സലാം ആണ്. ലെബനന്റെ പ്രസിഡന്റ് ആരാണ്? ജോസഫ് ഔൺ ആണ് ലെബനന്റെ പ്രസിഡന്റ്. അപ്പോൾ ലെബനൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നവാബ് സലാം. പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? ജോസഫ് ഔൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന അത്യാധുനിക ഹൈപ്പർ സ്പെക്ട്രൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് സ്വന്തമായി സാറ്റലൈറ്റുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി മാറിയത് പിക്സൽ ആണ്. ബാംഗ്ലൂരുവിലെ പിക്സൽ. ഭൂമിയെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന അത്യാധുനിക ഹൈപ്പർ സ്പെക്ട്രൽ ഫ്രീക്വൻസി ഉപയോഗിച്ച് സ്വന്തമായി സാറ്റലൈറ്റുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് ഏത്? പിക്സൽ. ബാംഗ്ലൂരിലെ പിക്സൽ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച എന്ന റെക്കോർഡ് നേടിയത്. റോജർ ഫെഡററിന്റെ റെക്കോർഡാണ് നൊവാക് ജോക്കോവിച്ച് മറികടന്നത്. അപ്പൊ റോജർ ഫെഡററിന്റെ റെക്കോർഡ് മറികടന്ന് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് നേടിയത് ആരാണ്? സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ നേവിയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പലാണ് INS സർവേഷക്. ഇന്ത്യൻ നേവിയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പലിന്റെ പേരാണ് INS സർവേഷക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളിയായ ലഫ്റ്റനന്റ് കേണലാണ് P. സുമേഷ് കുമാർ. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനും ഇന്ത്യൻ സൈന്യം നൽകുന്ന കമാൻഡേഷൻ കാർഡ് പുരസ്കാരം നേടിയ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ ആരാണ്? P. സുമേഷ് കുമാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് അവാർഡുകൾക്കുള്ള ഫിലിം നോട്ട് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് വിഭാഗത്തിൽ നോമിനേഷൻ നേടിയ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ബാഫ്ത അവാർഡുകൾക്കുള്ള ഫിലിം നോട്ട് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് വിഭാഗത്തിൽ നോമിനേഷൻ നേടിയ ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? അയർലൻഡ്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ അയർലൻഡിനെതിരെയായിരുന്നു. ഇന്ത്യയുടെ സ്കോർ 435 ആയിരുന്നു ഇന്ത്യ നേടിയ സ്കോർ. അപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ ഏത് രാജ്യത്തിനെതിരെയാണ്? അയർലൻഡിനെതിരെയാണ്. ഇന്ത്യയുടെ സ്കോർ എത്രയാണ്? 435 റൺസാണ് ഇന്ത്യ നേടിയത്. നെക്സ്റ്റ്, തിബേശ്വർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? മഹാരാഷ്ട്ര. തിബേശ്വർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുമുള്ള സേവനങ്ങൾക്കായി കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സഞ്ചാർ സാഥി. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും സേവനങ്ങൾക്കായി കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പിന്റെ പേരാണ് സഞ്ചാർ സാഥി. അടുത്ത ക്വസ്റ്റ്യൻ, സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. റഷ്യ, അമേരിക്ക, ചൈന എന്നിവയാണ് മറ്റ് 3 രാജ്യങ്ങൾ. അപ്പോൾ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. റഷ്യ, അമേരിക്ക, ചൈന എന്നിവയാണ് മറ്റ് 3 രാജ്യങ്ങൾ. ഇനി ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ പേരെന്താണ്? സ്പെയ്ഡെക്സ് എന്നായിരുന്നു. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ പേരാണ് സ്പെയ്ഡെക്സ്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ, അതായത് സ്പൈഡെക്സിന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ചോദിച്ചാൽ ആരാണ്? N. സുരേന്ദ്രൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസോറാമിന്റെ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് ജനറൽ വിജയ് കുമാർ സിംഗ്. മിസോറാമിന്റെ ഗവർണറായി നിയമിതനായ വ്യക്തി ആരാണ്? ജനറൽ വിജയ് കുമാർ സിംഗ് ആണ്. നെക്സ്റ്റ്, കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ വ്യക്തിയാണ് RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായത് ആരാണ്? RLV രാമകൃഷ്ണൻ ആണ്. ഭരതനാട്യത്തിൽ ആദ്യമായിട്ടാണ് കേരള കലാമണ്ഡലം ഒരു പുരുഷ
അധ്യാപകനെ വയ്ക്കുന്നത്. അപ്പോൾ കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിതനായ വ്യക്തി ആരാണ്? RLV രാമകൃഷ്ണൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രിപുര സ്കൂളുകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാഷാ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭാഷാ മാപ്പിംഗ് പദ്ധതി. അപ്പോൾ ത്രിപുര സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭാഷാ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഭാഷാ മാപ്പിംഗ് പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാംസ്കാരികം, ടൂറിസം, AI സഹകരണങ്ങൾ ആഘോഷിക്കുന്നതിനായി ഇന്ത്യക്കൊപ്പം ഏത് രാജ്യമാണ് 2026 ഡ്യുവൽ ഇയർ ആയി പ്രഖ്യാപിച്ചത്? സ്പെയിൻ ആണ്. സാംസ്കാരികം, ടൂറിസം, AI സഹകരണങ്ങൾ ആഘോഷിക്കുന്നതിനായി ഇന്ത്യക്കൊപ്പം ഏതു രാജ്യമാണ് 2026 ഡ്യുവൽ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചത്? സ്പെയിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുതു മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അടുത്തിടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നിജുതു മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. നെക്സ്റ്റ്, ഋതു ഭരോസ പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെലുങ്കാന. അപ്പോൾ ഋതു ഭരോസ പദ്ധതി ഏതു സംസ്ഥാനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തെലുങ്കാന. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ ആണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ ആണ്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ ആണ്. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? PN ഗോപികൃഷ്ണൻ ആയിരുന്നു 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷന്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. സാക്ഷിമൊഴി, അലക്കുയന്ത്രം, രചിതയുടെ തിരോധാനം എന്നിവ ഈ കെ അരവിന്ദാക്ഷന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. സാക്ഷിമൊഴി, അലക്കുയന്ത്രം, സാക്ഷിമൊഴി, രചിതയുടെ തിരോധാനം, ഭോപ്പാൽ എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് സാക്ഷിമൊഴി, ഭോപ്പാല്, രചിതയുടെ തിരോധാനം, അലക്കുയന്ത്രം എന്നിവ. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? കെ അരവിന്ദാക്ഷനാണ്. ഇദ്ദേഹത്തിന്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് ഭോപ്പാല്, സാക്ഷിമൊഴി, രചിതയുടെ തിരോധാനം, അലക്കുയന്ത്രം എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകബാങ്ക് കണക്കുകൾ പ്രകാരം 2025 ആരംഭിക്കുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്ര ശതമാനമാണ്? 6.7%. ലോകബാങ്ക് കണക്കുകൾ പ്രകാരം 2025 ആരംഭിക്കുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.7%. 6.7%. നെക്സ്റ്റ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതി പ്രോഗ്രാമാണ് ഉല്ലാസ്. സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പദ്ധതിയുടെ പേരെന്താണ്? ഉല്ലാസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യയുടെ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് നാവിക് 02. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് നാവിക് 02. GSLV Mark II എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് നാവിക് 02. റോക്കറ്റിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? GSLV Mark II റോക്കറ്റാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 രണ്ടാമത് അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിന്റെ വേദി മലേഷ്യ. 2025 രണ്ടാമത് അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിന്റെ വേദിയാണ് മലേഷ്യ. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഇടം നേടുന്ന മലയാളി താരമാണ് VJ ജോഷിത. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഇടം നേടിയ മലയാളി താരം ചോദിച്ചാൽ ആരാണ്? VJ ജോഷിത. വയനാട് സ്വദേശിയാണ്. അതേപോലെ അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ ആരാണ്? നിക്കി പ്രസാദ് ആണ്. അപ്പോൾ 2025 രണ്ടാമത് അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? മലേഷ്യ ആണ്. ഇതിൽ ഉൾപ്പെട്ട മലയാളി താരം ചോദിച്ചാൽ ആരാണ്? VJ ജോഷിതയാണ്. ഇനി അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ ആരാണ്? നിക്കി പ്രസാദ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശീയമായി വികസിപ്പിച്ച നാഗ് MK2 മിസൈല് വികസിപ്പിച്ചത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO. തദ്ദേശീയമായി വികസിപ്പിച്ച നാഗ് MK2 മിസൈൽ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ്. അതായത് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് ഏത്? നാഗ് MK2 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന 119ാമത്തെ രാജ്യമാണ് മാൾട്ട. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമാകുന്ന 119ാമത്തെ രാജ്യം ചോദിച്ചാൽ ഏതാണ്? മാൾട്ടയാണ്. നെക്സ്റ്റ്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതിനായി ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കർണാടക. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നതിനായി ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഏത്? കേരളം. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അപ്പോൾ 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ കേരളവും, 2024 ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കർണാടകയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായ രാജ്യമാണ് നൈജീരിയ. 2024 ജനുവരിയിൽ ബ്രിക്സിൽ പങ്കാളി രാഷ്ട്രമായ രാജ്യം ചോദിച്ചാൽ ഏതാണ്? നൈജീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെ നിയമപരമായ രേഖകൾ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്വാമിത്വ പദ്ധതി. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെ നിയമപരമായ രേഖകൾ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്? സ്വാമിത്വ പദ്ധതി. നെക്സ്റ്റ്, സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യമാണ് അമേരിക്ക. സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്ക. നെക്സ്റ്റ്, കനേഡിയൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യൻ വംശജനാണ് MP ചന്ദ്ര ആര്യ. കനേഡിയൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ ആരാണ്? MP ചന്ദ്ര ആര്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജിതിൻ വിജയനാണ്. 2025 ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാര ജേതാവാണ് ജിതിൻ വിജയൻ. നെക്സ്റ്റ്,
മസ്തിഷ്കാഘാതം വീണ്ടെടുക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ഹാൻഡ്സ് എക്സോസ്കെലിറ്റൺ വികസിപ്പിച്ചെടുത്ത IIT ആണ് IIT കാൺപൂർ. മസ്തിഷ്കാഘാതം വീണ്ടെടുക്കുന്നതിനായി ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ഹാൻഡ് എക്സോസ്കെലിറ്റൺ വികസിപ്പിച്ചെടുത്ത IIT ആണ് IIT കാൺപൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിലെ സംഭാവനകൾ, അതിതീവ്ര കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള അംഗീകാരമായി അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് അഭിലാഷ്. കാലാവസ്ഥാ ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിനും പ്രവചിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതിലെ സംഭാവനകൾ, അതിതീവ്ര കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള അംഗീകാരമായിട്ട് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് അഭിലാഷ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പാണ് ശൂന്യ. ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ശൂന്യ. നെക്സ്റ്റ്, പ്രതിരോധത്തിലും നിയമനിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്തി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പ്രതിരോധത്തിലും നിയമനിർവഹണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്തി യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? മധ്യപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈനയുടെ ജിയൂകോൺ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ EO-1 എന്ന് പറയുന്നത്. ചൈനയുടെ ജിയൂകോൺ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ EO-1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം, കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് കവചത്തിന്റെ ഫുൾ ഫോം. അപ്പോൾ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. ലോകബാങ്കിന്റെയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സഹായത്തോടെയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടി വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച സീറോ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ദ്വിദിന അന്തർദേശീയ കുട്ടികളുടെ ഉച്ചകോടി വേദി തിരുവനന്തപുരം. നെക്സ്റ്റ്, ആക്രമം ഇല്ലാതാക്കുന്നതിനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കരാറിൽ ഒപ്പുവെച്ച അരുണാചൽ പ്രദേശിലെ ഗോത്രങ്ങളാണ് ആദി, അബദാനി. ആക്രമം ഇല്ലാതാക്കുന്നതിനും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കരാറിൽ ഒപ്പുവെച്ച അരുണാചൽ പ്രദേശിലെ ഗോത്രങ്ങളാണ് ആദിയും അബദാനിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്, GP സിംഗ്. CRPFന്റെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് GP സിംഗ്, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ കിരീടം നേടിയതാരാണ്? ഇന്ത്യ. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ കിരീടം നേടിയത് ഇന്ത്യ. നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. നേപ്പാളിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ കിരീടം നേടിയത്.
ഇപ്പൊ 2025 പ്രഥമ കോക്കോ ലോകകപ്പിൽ പുരുഷ വനിതാ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ഏത് രാജ്യത്തിനെയാണ് പരാജയപ്പെടുത്തിയത്? നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വിന്നറായത്. അതേപോലെ കോക്കോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി ചോദിച്ചാൽ ആരാണ്? ബി നിഖില്. കോക്കോ ലോകകപ്പിൽ ഇടം നേടിയ മലയാളി താരമാണ് ബി നിഖിൽ. നേപ്പാളിനെ പരാജയപ്പെടുത്തി ഇന്ത്യയാണ് കോക്കോ ലോകകപ്പിൽ പുരുഷ വനിതാ കിരീടം നേടിയത്. നെക്സ്റ്റ് 2024-25 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ചോദിച്ചാൽ ആരാണ്? കർണാടക. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? കർണാടക. വിദർഭയെയാണ് പരാജയപ്പെടുത്തിയത്. വിദർഭയെ പരാജയപ്പെടുത്തിയിട്ടാണ് കർണാടക 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത്. നെക്സ്റ്റ് കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾ സമാപനം കുറിച്ചുള്ള പരിപാടിയാണ് സുഗതോത്സവം. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള പരിപാടിയാണ് സുഗതോത്സവം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം രചിച്ചത് ആരാണ്? സാറ ജോസഫ് ആണ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം രചിച്ചത് സാറ ജോസഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ചെസ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യ. 2025 ചെസ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ. നെക്സ്റ്റ്, കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് എവിടെയാണ്? ചെങ്ങന്നൂര്. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ചെങ്ങന്നൂര്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് അമേരിക്ക. അപ്പോൾ 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിർമ്മിച്ച പാകിസ്ഥാനിലെ വിമാനത്താവളമാണ് ഗ്വാദർ. ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിർമ്മിച്ച പാകിസ്ഥാനിലെ വിമാനത്താവളമാണ് ഗ്വാദർ. വിസ്തൃതിയുടെ കാര്യത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഗ്വാദർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് മാർക്കോ റൂബിയോ. അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരാണ്? മാർക്കോ റൂബിയോ. നെക്സ്റ്റ്, നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി. നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അത് VK ബേബി കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വനിതകളുടെ അണ്ടർ-19 2020 ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി വി വർമ്മ. വനിതകളുടെ അണ്ടർ-19 2020 ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി വി വർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയ സംസ്ഥാനമാണ് കേരളം. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ശത്രു ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ശത്രു ഡ്രോണുകളെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഈയിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ സംവിധാനത്തിന്റെ പേരെന്താണ്? ഭാർഗവാസ്ത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപൂർവ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈന. അപൂർവ ധാതുക്കളുടെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഖനനത്തിനായി ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യമാണ് ചൈന. നെക്സ്റ്റ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേര് ചോദിച്ചാൽ എന്താണ്? ഹോപ്പ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് എൻറ്റിറ്റി ലോക്കർ. സ്ഥാപനങ്ങൾക്ക് അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് എൻറ്റിറ്റി ലോക്കർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വസ്ത്രമേഖലകളുടെ ആഗോള മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അവതരിപ്പിച്ച സ്കീമാണ് ഡയമണ്ട് ഇംപ്രസ്ഡ് ഓതറൈസേഷൻ, DIA സ്കീം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വജ്രമേഖലകളുടെ ആഗോള മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അവതരിപ്പിച്ച സ്കീമാണ് ഡയമണ്ട് ഇംപ്രസ്ഡ് ഓതറൈസേഷൻ സ്കീം, DIA സ്കീം. നെക്സ്റ്റ്, 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ലേയും ജമ്മു കാശ്മീരുമാണ്. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്ക്, ലേയും ജമ്മു കാശ്മീരുമാണ്. ഫസ്റ്റ് പാർട്ടിന്റെ വേദി ലേയും, സെക്കൻഡ് പാർട്ടിന്റെ വേദി ജമ്മു കാശ്മീരുമാണ്. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ലേയും ജമ്മു കാശ്മീരുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഋതിക ടിർക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഋതിക ടിർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗഗയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ സഹായിക്കുന്നതിനായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച വിവിധോദ്ദേശ ആപ്പാണ് സഖി. ഗഗയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ സഹായിക്കുന്നതിനായി VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച വിവിധോദ്ദേശ ആപ്പാണേത്? സഖി. സഖി എന്ന് വെച്ചാൽ സ്പേസ് ബോർഡ് അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻസ് എന്നാണ്. സ്പേസ് ബോർഡ് അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ ആണ് സഖി. ഗഗയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികരെ സഹായിക്കുന്നതിനായി VSSC വികസിപ്പിച്ച വിവിധോദ്ദേശ ആപ്പാണേത്? സഖി. നെക്സ്റ്റ്, 97ാമത് ഓസ്കാർ അവാർഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ച ന്യൂഡൽഹി പശ്ചാത്തലമാക്കിയ ഹ്രസ്വചിത്രമാണ് അനുജ. 97ാമത് ഓസ്കാർ അവാർഡിൽ ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ച ന്യൂഡൽഹി പശ്ചാത്തലമാക്കിയ ഹ്രസ്വചിത്രമാണ് അനുജ. ഇതിന്റെ സംവിധാനം ആരാണ്? ആദം ജെ ഗ്രേവ്സും സുചിത്ര മട്ടായിയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ 97ാമത് ഓസ്കാർ അവാർഡ് ലൈവ് ആക്ഷൻ ഷോർട്ട് വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ച ന്യൂഡൽഹി പശ്ചാത്തലമാക്കിയ ഹ്രസ്വചിത്രമാണ് അനുജ. സംവിധാനം ചോദിച്ചാൽ ആദം ജെ ഗ്രേവ്സും സുചിത്ര മട്ടായിയും. നെക്സ്റ്റ്, അന്തരിച്ച അപ്പുണ്ണി തരകം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. അപ്പോൾ കഥകളി കലാകാരനാണ് അന്തരിച്ച അപ്പുണ്ണി തരകൻ. അടുത്ത ക്വസ്റ്റ്യൻ, 38ാമത് നാഷണൽ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്ന ആരാണ്? PS ജീന. ബാസ്കറ്റ്ബോൾ താരം PS ജീന. 38ാമത് നാഷണൽ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിക്കുന്ന താരമാണ് PS ജീന. ബാസ്കറ്റ്ബോൾ താരമായ PS ജീനയാണ് കേരളത്തിന്റെ പതാക വഹിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുക്കുന്ന കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണാൻ. 2025 റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് ചോദിച്ചാൽ ആരാണ്? രാമൻ രാജമണ്ണാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സതേന്ദ്രനാഥ ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? പുരുളിയ. പശ്ചിമ ബംഗാളിലെ പുരുളിയ. സതേന്ദ്രനാഥ ബോസിന്റെ പേരിൽ അറിയപ്പെടുന്ന കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ പുരുളിയയിലാണ്. ഇന്ത്യയുടെ 6ാമത്തെ നിരീക്ഷണ കേന്ദ്രമാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ദേശീയ ബാലികാ ദിനത്തിന്റെ തീം എന്താണ്? ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം എന്നാണ്. 2025 ദേശീയ ബാലികാ ദിനത്തിന്റെ പ്രമേയമാണ് ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം, എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാണ് ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 24 ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ജനുവരി 24 ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ 2025 ദേശീയ ബാലികാ ദിനത്തിന്റെ പ്രമേയമാണ് ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം,
എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ, ഉജ്ജ്വലമായ ഭാവിക്കായി പെൺകുട്ടികളുടെ ശാക്തീകരണം. എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നെക്സ്റ്റ്, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? മാഡിസൺ കീസ്. അമേരിക്കൻ താരം മാഡിസൺ കീസ് ആണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. ആര്യാന സബലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ആര്യാന സബലങ്കയെ പരാജയപ്പെടുത്തിയ അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അമേരിക്കയുടെ മാഡിസൺ കീസാണ് ആര്യാന സബലങ്കയാണ് പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ്, വിവിധ കമ്മ്യൂണിക്കേഷൻ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിച്ച് യുദ്ധമുഖത്തെയും അതിർത്തിയിലെയും നീക്കങ്ങൾ കൃത്യമാക്കാനുള്ള കരസേനയുടെ ഓട്ടോമേറ്റഡ് സംവിധാനമായ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റമാണ് സഞ്ജയ്. വിവിധ കമ്മ്യൂണിക്കേഷൻ നിരീക്ഷണ ഉപകരണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിച്ച് യുദ്ധമുഖത്തെയും അതിർത്തിയിലെയും നീക്കങ്ങൾ കൃത്യമാക്കാനുള്ള കരസേനയുടെ ഓട്ടോമേറ്റഡ് സംവിധാനമായ ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റത്തിന്റെ പേരാണേത്? സഞ്ജയ്. കരസേനയും ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും ചേർന്നിട്ടാണ് ഈ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. കരസേനയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്നിട്ടാണ് ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റമായ സഞ്ജയ് വികസിപ്പിച്ചെടുത്തത്. നെക്സ്റ്റ്, 2024 34ാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് സൂര്യബാല. ഉത്തർപ്രദേശ് സ്വദേശി സൂര്യബാലയ്ക്കാണ് 2024 34ാമത് വ്യാസ സമ്മാനം പുരസ്കാരം ലഭിച്ചത്. കൃതി ചോദിച്ചാൽ ഏതാണ്? കോൺ ദേസ്കോ വാസി വേണു കി ഡയറി. അപ്പോൾ 2024 34ാമത് വ്യാസ സമ്മാനം പുരസ്കാരം ലഭിച്ചത് സൂര്യബാല. കൃതി ചോദിച്ചാൽ കോൺ ദേസ്കോ വാസി വേണു കി ഡയറി. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലൻബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഈ ഗില്ലൻബാരി സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തതും എവിടെയാണ്? പൂനെയിൽ തന്നെയാണ്. അപ്പോൾ 2025 ജനുവരിയിൽ അപൂർവ നാഡീരോഗമായ ഗില്ലംബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തതും പൂനെയിൽ തന്നെയാണ്. നെക്സ്റ്റ്, ഇസ്രയേലിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തിയാണ് ജിതേന്ദ്ര പാൽ സിംഗ്. ഇസ്രയേലിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ജിതേന്ദ്ര പാൽ സിംഗ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലം ചോദിച്ചാൽ ഏതാണ്? വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലമായി മാറിയത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലം ചോദിച്ചാൽ ഏതാണ്? വാമനപുരമാണ്, തിരുവനന്തപുരം ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ച് നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് ഒപ്പം. ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ച് നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് ഒപ്പം. ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ച് നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ഒപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും ലൈംഗിക അതിക്രമം എന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും ലൈംഗിക അതിക്രമം എന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി.
അടുത്ത ക്വസ്റ്റ്യൻ, കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? വി ഗീത. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അപ്പോൾ കേരള മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാണ് യാനിക് സിന്നർ. ഇറ്റാലിയൻ താരം യാനിക് സിന്നർ ആണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ്. ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ചോദിച്ചാൽ ആരാണ്? യാനിക് സിന്നർ ആണ്. ഇറ്റാലിയൻ താരം യാനിക് സിന്നർ ആണ് പുരുഷ വിഭാഗം ജേതാവ്. ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 76ാമത് റിപ്പബ്ലിക് ദിന പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരതം, പൈതൃകവും വികസനവും. 76ാമത് റിപ്പബ്ലിക് ദിന പ്രമേയമാണ് സുവർണ ഭാരതം, പൈതൃകവും വികസനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി എഴുത്തുകാരനാരാണ്? MT വാസുദേവൻ നായർ ആണ്. 6 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. അതിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. 3 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അതാണ് ശോഭന ചന്ദ്രകുമാർ, PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുറം. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചത് ആരൊക്കെയാണ്? ശോഭന ചന്ദ്രകുമാർ, കലയിൽ നിന്ന് ശോഭന ചന്ദ്രകുമാർ, PR ശ്രീജേഷ് സ്പോർട്സ്, ജോസ് ചാക്കോ പെരിയപുരം. അതിൽ ധ്യാൻചന്ദിന് ശേഷം പത്മഭൂഷൺ ലഭിക്കുന്ന ഹോക്കി താരമാണ് ആര്? PR ശ്രീജേഷ് എന്ന് പറയുന്നത്. അതേപോലെ ജോസ് ചാക്കോ പെരിയപുരം ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോസ് ചാക്കോ പെരിയപുരം. അപ്പോൾ 3 മലയാളികൾക്ക് എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടി. ശോഭന ചന്ദ്രകുമാർ, PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുരം. ഇനി 2 പേർക്ക് 2 മലയാളികൾക്കാണ് പത്മശ്രീ കിട്ടിയത്. IM വിജയനും K ഓമനക്കുട്ടിയും. ഇതിൽ കർണാടക സംഗീതജ്ഞയാണ് ആര്? K ഓമനക്കുട്ടി. അപ്പം മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളി എഴുത്തുകാരനാരാണ്? MT വാസുദേവൻ നായരാണ്. 6 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. അതിൽ പത്മവിഭൂഷൺ കിട്ടിയ മലയാളിയാണ് MT വാസുദേവൻ നായർ. 3 പേർക്ക് എന്ത് കിട്ടി? പത്മഭൂഷൺ ലഭിച്ചു. ആർക്കൊക്കെയാണ്? ശോഭന ചന്ദ്രകുമാർ, PR ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുരം എന്നിവർക്കാണ് പത്മഭൂഷൺ കിട്ടിയത്. ഇനി 2 മലയാളികൾക്കാണ് പത്മശ്രീ കിട്ടിയത്. IM വിജയനും K ഓമനക്കുട്ടിയും. K ഓമനക്കുട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടക സംഗീതജ്ഞയാണ് ഡോക്ടർ K ഓമനക്കുട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, US പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ആര്? പീറ്റ് ഹെഗ്സത്ത്. US പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് പീറ്റ് ഹെഗ്സത്ത്. നെക്സ്റ്റ്, 2024 ഫെഡറൽ ബാങ്ക് 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ്. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പുതിയ പേരാണ് ഗൾഫ് ഓഫ് അമേരിക്ക. അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റി ഇപ്പോൾ എന്താണ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര്? ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. നെക്സ്റ്റ്, DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ്
പ്രലയ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ചോദിച്ചാൽ ഏതാണ്? പ്രലയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇന്ത്യ വോട്ട്സ് 2024 എ സാഗ ഓഫ് ഡെമോക്രസി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇന്ത്യ വോട്ട്സ് 2024 എ സാഗ ഓഫ് ഡെമോക്രസി. ഇന്ത്യ വോട്ട്സ് 2024 എ സാഗ ഓഫ് ഡെമോക്രസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം ചോദിച്ചാൽ ഏതാണ്? മങ്കർ. മഹാരാഷ്ട്രയിലെ മങ്കറാണ് രാജ്യത്തിലെ ആദ്യത്തെ തേൻ ഗ്രാമം. അടുത്ത ക്വസ്റ്റ്യൻ, തണ്ണീർത്തട അക്രഡിറ്റഡ് സിറ്റികളുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ ഇന്ത്യൻ നഗരങ്ങളാണ് ഇൻഡോറും ഉദയ്പൂറും. തണ്ണീർത്തട അക്രഡിറ്റഡ് സിറ്റികളുടെ പട്ടികയിൽ ഗ്ലോബൽ ലിസ്റ്റ് ഓഫ് അക്രഡിറ്റഡ് വെറ്റ്ലാൻഡിൽ ആദ്യമായി ഇടം നേടിയ ഇന്ത്യൻ നഗരങ്ങളാണേത്? ഇൻഡോറും ഉദയ്പൂരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭാവി റോക്കറ്റ് എന്നറിയപ്പെടുന്ന റോക്കറ്റാണ് NGLV, നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. അപ്പോൾ ഇന്ത്യയുടെ ഭാവി റോക്കറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? NGLV ആണ്, നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈ. നെക്സ്റ്റ്, 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ഇന്ത്യ. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിന്റെ വേദിയാണ് ഇന്ത്യ. നെക്സ്റ്റ്, ലോക കാലാവസ്ഥാ സംഘടന സെക്രട്ടറി ജനറലായി നിയമിതനായ വ്യക്തിയാണ് സെലസ്റ്റ് സൗലോ. ലോക കാലാവസ്ഥ സെക്രട്ടറി ജനറലായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? സെലസ്റ്റ് സൗലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്ര സുരക്ഷയും സുരക്ഷാ സഹകരണവും സംബന്ധിച്ച് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് ഇന്തോനേഷ്യ. സമുദ്ര സുരക്ഷയും സുരക്ഷാ സഹകരണവും സംബന്ധിച്ച് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ബഹുഭാഷാ ഭരണത്തിനായി ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്ന ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. ബഹുഭാഷാ ഭരണത്തിനായി ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്ന ആദ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ത്രിപുര. നെക്സ്റ്റ്, കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചതാരാണ്? T. പത്മനാഭൻ. അപ്പോൾ കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം ആർക്കുള്ളതാണ്? T. പത്മനാഭൻ. നെക്സ്റ്റ്, എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് പരവൂര്. കൊല്ലം ജില്ലയിലെ പരവൂര്. എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭയായി മാറിയത് കൊല്ലം ജില്ലയിലെ പരവൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ആദ്യ ഇന്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് കോൺഫറൻസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത്. നെക്സ്റ്റ്, MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് വൈശാഖൻ. MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? വൈശാഖൻ. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആളിന്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ MK ഗോപിനാഥൻ നായർ ആണ്. അപ്പോൾ MK ഗോപിനാഥൻ നായരിന്റെ തൂലികാനാമമാണ് ഏത്? വൈശാഖൻ. MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് വൈശാഖൻ. യഥാർത്ഥ പേര് ചോദിച്ചാൽ എന്താണ്? MK ഗോപിനാഥൻ നായർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്?
15. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തി നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ, അതായത് നീതി ആയോഗ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 15. കേരളത്തിന്റെ സ്ഥാനം 15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ചന്ദ്രന്റെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വിജയകരമായി വേർതിരിച്ചെടുത്ത IIT ആണ് IIT മദ്രാസ്. അപ്പോൾ അടുത്തിടെ ചന്ദ്രന്റെ മണ്ണിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വിജയകരമായി വേർതിരിച്ചെടുത്ത IIT ചോദിച്ചാൽ ഏതാണ്? IIT മദ്രാസ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി മെറ്റയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മെറ്റയുമായി സഹകരിച്ച് മനമിത്ര എന്ന വാട്സപ്പ് ഗവേണൻസ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ സ്കൂളുകളിൽ വിദ്യാഭ്യാസ ഭരണം, വിവരശേഖരണം, ഉത്തരവാദിത്തം എന്നിവ മെച്ചപ്പെടുത്താനായി സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് നാഗാലാൻഡ്. സർക്കാർ സ്കൂളുകളിൽ വിദ്യാഭ്യാസ ഭരണം, വിവരശേഖരണം, ഉത്തരവാദിത്തം എന്നിവ മെച്ചപ്പെടുത്താനായി സ്മൈൽ ആപ്പ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? നാഗാലാൻഡ്. നെക്സ്റ്റ്, അടുത്തിടെ കണ്ടെത്തിയ ഏലത്തിന്റെ 2 പുതിയ ഇനങ്ങളാണ് എലറ്റേറിയ ഫസിഫെറ, എലറ്റേറിയ ടൂലിപ്പെറ. അപ്പോൾ എലറ്റേറിയ ഫസിഫെറ, എലറ്റേറിയ ടൂലിപ്പിഫെറ എന്നിവ എന്താണ്? ഏലമാണ്. അപ്പോൾ അടുത്തിടെ കണ്ടെത്തിയ ഏലത്തിന്റെ 2 പുതിയ ഇനങ്ങളാണ് എലറ്റേറിയ ഫസിഫെറ, എലറ്റേറിയ ടൂലിപ്പിഫെറ. നെക്സ്റ്റ്, 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? സുഫിന ജാസ്മിൻ. ഭാരോദ്വഹനത്തിലാണ് കേരളത്തിന് ആദ്യത്തെ സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അപ്പോൾ 2025 ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? സുഫ്ന ജാസ്മിൻ ആണ് ഭാരോദ്വഹനത്തിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.